ബെല്ല നടക്ക്. ഓടാനല്ല പറഞ്ഞ, നടക്കാനാ പറഞ്ഞ. ബെല്ലിപ്പോ എവിടെ നിക്കണമെന്നറിയോ? ബീച്ചിൽ. നടന്നോ. എന്താ സന്തോഷം നോക്ക് ബെല്ലടാ. അപ്പോൾ കടികളെ അതൊരു ബോട്ടാണ് കേട്ടോ. ആ ബോട്ടിൽ സ്ക്യൂബ ഡൈവിങ്ങിന് പോകാനുള്ള ആൾക്കാരെ മൊത്തം കയറ്റിയിട്ട് ഇവിടെ നിന്നൊരു 20 കിലോമീറ്ററോളം ഈ ബീച്ചിൽ കൂടെ പോകും. അവിടെ ഐലൻഡ് ഉണ്ട്, അവിടെ പോയിട്ടാണ് കടലിൽ അവർ സ്ക്യൂബ ഡൈവ് ചെയ്യണേ. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഇങ്ങനെ ഇതേപോലെ ബോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് 20 കിലോമീറ്ററോളം കടലിൽ കൂടെ യാത്ര ചെയ്തിട്ട് അവിടെ ഒരു ഐലൻഡിൽ പോയിട്ട് ആണ് വെള്ളത്തിനടിയിൽ പോയിട്ട് അവർ സ്ക്യൂബ ഡൈവ് ചെയ്യണം കേട്ടോ. അതിന് പോകുന്ന ആളുകളാണ് ആ ബോട്ടിൽ നിറച്ച് കയറിയേക്കണത്. അവർക്കുള്ള ഫുഡും സംഭവങ്ങളും എല്ലാം കൊണ്ട് പോയിട്ട് പോകണം. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി വൈകുന്നേരമൊക്കെ നമ്മളവർ തിരിച്ചു വരല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ബോട്ട് വേണ്ട, ബോട്ടിൽ ആൾക്കാർ ഫുള്ളായിട്ടുണ്ട്. ഇനി അത് നേരെ അങ്ങോട്ട് പോവും. ഒരു 20 കിലോമീറ്റർ കടലിൽ പോയിട്ട് അവിടുത്തെ ഒരു ഐലൻഡിൽ പോയിട്ടാണ് സ്ക്യൂബ ഡൈവ് ചെയ്യണത്. അല്ലാണ്ട് ഈ മുരുടേശ്വർ ഇവിടെ അല്ല ചെയ്യണവർ. ഇന്നലെ കിട്ടിയത് അറിവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കടലാമ കേട്ടോ, മരിച്ചു പോയി. ബെല്ല കണ്ടിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് ബെല്ലയ്ക്ക് മനസ്സിലാവില്ല. ഒരു കടലാമയാണ്, ആൾ മരിച്ചു. പക്ഷെ ബെല്ല അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പോവാ. അപ്പോൾ കടികളെ ഇതാണ് നമ്മളെ മുരുടേശ്വരത്തെ അമ്പലം കാര്യങ്ങളൊക്കെയും. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏകദേശം 237 അടി ഉയരത്തിൽ 20 നിലകളിലായിട്ടാണ് ഈ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന് ലിഫ്റ്റ് വഴി ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് നല്ലൊരു വ്യൂ ആയിരിക്കും. കടലുൾപ്പെടെ ഈ ഏരിയ മൊത്തം കാണാൻ പറ്റും. അതാണ് 237 അടിയിലുള്ള 20 നിലയുള്ള ഈ ഗോപുരം. അതേപോലെ തന്നെ ലോകത്തിൽ തന്നെ 2ാമത്തെ ശിവൻ്റെ പ്രതിമയാണിത് കാണുന്നത് കേട്ടോ. ലോകത്തിൽ തന്നെ 2ാമത്തെ പ്രതിമയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഈ ബെല്ലമോളുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല.